ഓക്കെ. നമ്മൾ ഓൾറെഡി ഇന്നലെ വരെ പറഞ്ഞു വെച്ചത് വാട്ട് ഇഫ് അനാലിസിസിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതിനകത്ത് നമുക്ക് 3 ഓപ്ഷൻസ് ഡാറ്റ ടേബിൾ നമ്മൾ പറഞ്ഞു, അതേപോലെ സിനരിയോ മാനേജർ പറഞ്ഞു, കോൾസിക്ക് പറഞ്ഞു. ആ സിനരിയോ മാനേജറിന്റെ ഒരു ചെറിയ കേസും കൂടി എനിക്ക് പറയാനുണ്ട്. പക്ഷെ അത് ഡൗട്ട് ചോദിച്ച ആളൊന്ന് കേറിയിട്ടില്ല എന്ന് തോന്നുന്നു. വന്നു. ഓക്കെ. അപ്പൊ ആ സിനരിയോ മാനേജറിന്റെ ഇന്നലെ ഫാസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിവിടെ സിനരിയോ മാനേജർ കൊടുക്കുമ്പോൾ ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസിന്റെ വാല്യൂസ് നമ്മളാ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ? മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിംഗിന്റെ വാല്യൂ നമ്മളാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോ അതിന് പകരം നിങ്ങൾക്ക് ഇപ്പൊ ഈ മാർക്കറ്റിംഗ് ഇപ്പൊ നിങ്ങൾക്ക് 3 ഡിപ്പാർട്ട്മെന്റിന്റെ സിനാരിയോസ് ആണ് കാണിക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ ഈ കാണിക്കേണ്ടത് മൂന്നും 3 എക്സൽ ഫയൽ ആയിട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ മാർക്കറ്റിംഗ് എങ്ങനെയുണ്ട്, ഫിനാൻസ് ഇപ്പുറത്തുണ്ട്, HR ഇപ്പുറത്തുണ്ട്. ഇതാണ് നിങ്ങളുടെ 3 മാം ഷീറ്റുകൾ. മാം മാം സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഇപ്പൊ കാണാലോ അല്ലെ? ഓക്കെ. നമുക്ക് യെസ്. 3 എന്താ പറയാ 3 ഷീറ്റാണുള്ളത്. ഒന്നില് മാർക്കറ്റിംഗ്, സെക്കൻഡില് ഫിനാൻസ്, തേർഡിൽ HR. അപ്പൊ ഇത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം? സിനരിയോ ക്രിയേറ്റ് ചെയ്യണം. നിലവിൽ നമ്മൾ പഠിച്ചത് മാർക്കറ്റിംഗിന്റെ ഈ ഒരു 3 സാധനത്തെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സിനരിയോ മാനേജറിൽ നമ്മൾ സിനരിയോ കൊടുക്കുന്നു. ആദ്യത്തെ മാർക്കറ്റിംഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സിനരിയോ HR എന്ന് പറഞ്ഞ് നമ്മൾ ആഡ് ചെയ്യും. നമ്മൾ തന്നെ അതിന്റെ വാല്യൂസ് എഡിറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിന് പകരം നമുക്ക് ഇവിടെ 3 ഷീറ്റുകളായിട്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് മാർക്കറ്റിംഗ് ചേഞ്ച് ചെയ്ത് HR ആക്കണമെങ്കിൽ HRന്റെ ഇപ്പുറത്തുള്ള വാല്യൂ ഒന്നുമില്ല, കോംപ്ലക്സ് ആക്കുന്നില്ല, സ്റ്റെപ്സ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മാർക്കറ്റിംഗിൽ കഴ്സർ വെക്കുക. ദെൻ ഡാറ്റ ടാബിൽ പോയിട്ട് വാട്ട് ഇഫ് അനാലിസിസിൽ സിനരിയോ മാനേജർ എടുക്കുക. ഓൾറെഡി ഞാൻ ഇതിനകത്ത് കുറച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചതിന് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ദെൻ അതിന് ശേഷം നമുക്ക് പുതിയത് ആഡ് ചെയ്യാം. അപ്പൊ ആദ്യം മാർക്കറ്റിംഗിന്റെ പേജിലാണ്. അപ്പൊ മാർക്കറ്റിംഗിന്റെ സിനരിയോ നെയിം കൊടുക്കുക, മാർക്കറ്റിംഗ് എന്നുള്ളത് കൊടുത്തു. ദെൻ ചേഞ്ചിങ് സെൽസ് നമുക്ക് ആരൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? നമുക്ക് ഇവിടം മുതൽ ഇവിടം വരെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് അല്ലെ? ഒരിക്കലും ഫംഗ്ഷൻസിനെ സിനരിയോയിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഫംഗ്ഷൻ വെച്ചിട്ടാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ ഫംഗ്ഷന് നമ്മൾ കൊടുക്കുന്നില്ല. അതല്ലാത്ത 3 പേരെ നമ്മൾ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഓക്കെ. ദെൻ ഇത് നമ്മൾ ഓക്കെ കൊടുത്തു. ദെൻ മാർക്കറ്റിംഗിന്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഫിനാൻസിലോട്ട് പോകണം. അപ്പൊ ഇതൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഫിനാൻസ് പേജ് എടുക്കുക. ഫിനാൻസ് പേജിൽ അഗെയിൻ ഇതേപോലെ തന്നെ അടുത്ത സിനരിയോ മാനേജർ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് പേര് സിനരിയോന്റെ നെയിം നമുക്ക് എന്ത് കൊടുക്കാം? ഫിനാൻസ് എന്നുള്ളത് കൊടുക്കാം. ഒരു മിനിറ്റ് കേട്ടോ. ഞാൻ ആദ്യത്തെ മാർക്കറ്റിംഗിന്റെ പേര് മാറ്റി കൊടുത്തില്ല, ഡിലീറ്റ് ചെയ്തിട്ട്. ഓക്കെ. ദെൻ മാർക്കറ്റിംഗിന്റെ ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻസിലോട്ട് വരാം. ഫിനാൻസിലും ഇതേ സ്റ്റെപ്പ് സിനരിയോ മാനേജർ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ആഡ് കൊടുക്കുക. സിനരിയോന്റെ നെയിം നമുക്ക് എന്ത് കൊടുക്കണം? ഫിനാൻസ് എന്നുള്ളത് കൊടുക്കണം. ദെൻ അതിനുശേഷം ചേഞ്ചിങ് സെൽസ് ആയിട്ട് നേരത്തെ പോലെ തന്നെ സെൽസ് ചൂസ് ചെയ്ത് കൊടുക്കുക. എവിടെ മുതലാണ് എവിടം വരെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന്. എനിക്ക് ഇവിടം മുതൽ ഇവിടം വരെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ഞാനത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ആ വാല്യൂസ് ഫിനാൻസ്, അതിന്റെ വാല്യൂസ്, ഇൻകമിന്റെ വാല്യൂസും വന്നിട്ടുണ്ട്, എക്സ്പെൻസിന്റെ വാല്യൂസും വന്നിട്ടുണ്ട്. ഇത് ഓക്കെ കൊടുക്കുക. ദെൻ ക്ലോസ് ചെയ്യുക. വീണ്ടും HR എടുക്കുക. വാട്ട് ഇഫ് അനാലിസിസിൽ സിനരിയോ മാനേജർ കൊടുക്കുക. ഇതിനകത്ത് ഓൾറെഡി ഞാൻ മുമ്പ് ക്രിയേറ്റ് ചെയ്തതുണ്ട്, അത് ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് പുതിയത് ആഡ് ചെയ്യുക, HR. ദെൻ ചേഞ്ചിങ് സെൽസ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതായത് മൾട്ടിപ്പിൾ ഷീറ്റുകൾ ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഷീറ്റിൽ പോയിട്ട് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് സിനരിയോസ് നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, ഓരോന്നിനും ഓരോന്നും. വൺസ് നിങ്ങൾ എല്ലാം
ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ നിങ്ങൾ മൊത്തം സിനരിയോസ് ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും ഫിനാൻസിന് വേണ്ടിയിട്ടും HR-ന് വേണ്ടിയിട്ടും. ഇനി ഈ സിനാരിയോസിനെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് പേജിലാണ് സിനരിയോ ഷോ ചെയ്യിക്കേണ്ടെങ്കിൽ, മാർക്കറ്റിംഗിന്റെ ഈ ഒരു ഫസ്റ്റത്തെ പേജിലാണ് സിനരിയോ ഷോ ചെയ്യിക്കേണ്ടെങ്കിൽ മാർക്കറ്റിംഗ് പേജിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് വാട്ട് ഇഫ് അനാലിസിസിൽ സിനരിയോ മാനേജർ എടുക്കുക. ഇവിടെ മെർജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇവിടെ നമ്മുടെ മാർക്കറ്റിങ്ങും ഫിനാൻസും HR-ഉം ഈ 3 ഷീറ്റിനകത്തും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സിനരിയോസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എനിക്ക് ആദ്യം തന്നെ മാർക്കറ്റിങ്ങിനെയും ഫിനാൻസിനെയാണ് ഒരുമിച്ച് കാണേണ്ടതെങ്കിൽ ഫിനാൻസിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ദെൻ ഇനി ഞാൻ ഈ ഫിനാൻസിന് ഇവിടെ വന്ന് ഷോ ചെയ്യിക്കുകയാണെങ്കിൽ എനിക്കിതിൽ ഫിനാൻസ് കിട്ടും. മാർക്കറ്റിങ്ങിനെ കാണിക്കണമെങ്കിൽ മാർക്കറ്റിങ്ങിൽ ഷോ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിനെ കിട്ടും. ഓക്കെ, ഇത് ഞാനിപ്പോ ഷോ ചെയ്യിക്കുന്നത് ഏത് പേജിലാണ്, മാർക്കറ്റിങ്ങിന്റെ പേജിലാണ് ഷോ ചെയ്യിക്കുന്നത്. ഓക്കെ, മാർക്കറ്റിങ്ങിന്റെ പേജിൽ ഇപ്പൊ ഞാൻ ഫിനാൻസിനെയും കൊണ്ടുവന്നിട്ടുണ്ട്, മാർക്കറ്റിങ്ങിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഫിനാൻസ് കൊടുക്കുമ്പോൾ ഫിനാൻസ് വരും, മാർക്കറ്റിംഗ് കൊടുക്കുമ്പോൾ മാർക്കറ്റിംഗ് വരും. അപ്പോഴും HR വരുന്നില്ല, HR എന്നുള്ള സിനരിയോ അവിടെ വരുന്നില്ല. അപ്പൊ HR-നെ ആഡ് ചെയ്യാൻ എന്ത് ചെയ്യാം, വീണ്ടും മെർജ് എടുക്കുക, ദെൻ HR കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ HR കൊടുത്ത് ഷോ ചെയ്യിപ്പിച്ചാൽ HR-ന്റെ വാല്യൂ കൂടെ നമുക്ക് കിട്ടും. ഓക്കെ, ഇതിപ്പോ മാർക്കറ്റിംഗ് പേജിലാണ്. മാർക്കറ്റിംഗ് പേജിൽ എനിക്ക് മാർക്കറ്റിങ്ങിനെ കാണിക്കാൻ പറ്റുന്നു, ഫിനാൻസിനെ കാണിക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ HR-നെയും കാണിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വാട്ട് ഇഫ് അനാലിസിസിലെ സിനാരിയോ മാനേജർ എന്ന് പറയുന്നത് ഡിഫറെന്റ് സിനാരിയോസിനെ ഒരു ഷീറ്റിനകത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇവിടെ ഡിഫറെന്റ് സിനാരിയോസ് ഉണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സിനാരിയോ ഉണ്ട്, അതിന്റെ ഇൻകം, അതിന്റെ എക്സ്പെൻസ്, അതിന്റെ പ്രോഫിറ്റ്. അതുപോലെ ഞാൻ ഈ ഫിനാൻസ് ക്ലിക്ക് ചെയ്ത് ഷോ കൊടുത്തു കഴിഞ്ഞാൽ ആ മാർക്കറ്റിംഗ് മാറി ഇപ്പൊ ആര് വന്നു, ഫിനാൻസ് വന്നു, ഫിനാൻസിന്റെ ഇൻകം, എക്സ്പെൻസ്, പ്രോഫിറ്റ്. ദെൻ HR കൊടുത്തു കഴിഞ്ഞാൽ HR-ന്റെയും ഇതേപോലെ തന്നെ വരും. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ നമ്മൾ തന്നെ വാല്യൂ എഡിറ്റ് ചെയ്യണം. എന്നാലും നമ്മൾ വാല്യൂ എഡിറ്റ് ചെയ്തതാ കണ്ടത് അല്ലെ. നമ്മൾ വാല്യൂ എഡിറ്റ് ചെയ്യാതെ ഇതുപോലെ മൾട്ടിപ്പിൾ ഷീറ്റിലുള്ള സാധനങ്ങൾ നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഫിനാൻസിലാണ് വാട്ട് ഇഫ് അനാലിസിസ് കാണിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ, അതായത് ഫിനാൻസിന്റെ പേജിലാണ് ചേഞ്ച് കാണിക്കേണ്ടെങ്കിൽ, ഇപ്പൊ മാർക്കറ്റിംഗിൽ അത് ചേഞ്ച് കാണിച്ചേ, ഫിനാൻസിൽ ആ ചേഞ്ച് കാണിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫിനാൻസ് സെലക്ട് ചെയ്യുക, സിനരിയോ മാനേജറിൽ മെർജില് ഇതേ ഓപ്പറേഷൻസ് കൊടുക്കുക. ആദ്യം ഫിനാൻസും മാർക്കറ്റിങ്ങും അല്ലെങ്കിൽ മാർക്കറ്റിങ്ങും ഫിനാൻസും എന്നുള്ള രീതിക്ക്, പിന്നീട് ആ ലാസ്റ്റ് വണ്ണിനെയും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ ഓക്കെ കൊടുത്ത് ഷോ ചെയ്യിക്കുക. ഓക്കെ ആണോ, ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ഇതേപോലെ നിങ്ങൾ ചെയ്യേണ്ടത് ആകെ 3 ഷീറ്റുകൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ഒന്നിന് മാർക്കറ്റിംഗ്, ഒന്നിന് ഫിനാൻസ്, ഒന്നിന് HR എന്ന് പേര് കൊടുക്കുക. അതൊന്ന് ക്രിയേറ്റ് ചെയ്യുക. ഇതിൽ പ്രോഫിറ്റ് കണ്ടത് എങ്ങനെയാണെന്ന് അറിയാലോ. നമ്മൾ ചെയ്തത് ഈ ഇൻകം മൈനസ് എക്സ്പെൻസ് ചെയ്തിട്ടാണ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ അതേപോലെ മാർക്കറ്റിംഗിന്റെ പ്രോഫിറ്റ് കാണാം, ഫിനാൻസിന്റെ പ്രോഫിറ്റ് കാണാം, HR-ന്റെ കാണാം. അങ്ങനെ ആദ്യം ഒരു 3 ഷീറ്റ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തേ. മാം ഒരു ഡൗട്ട് ചോദിക്കാമോ? ഉം. ഈ റിബൺ കസ്റ്റമൈസേഷൻ ചെയ്തിരിക്കുന്നതാണോ അതോ ഇതിനകത്ത് ഈ ഞാൻ പ്രീവിയസ് ക്ലാസ് അറ്റൻഡ് ഐ മീൻ എനിക്ക് കിട്ടിയിരുന്നു, ഞാൻ അത് നോക്കിയില്ല. അപ്പൊ ഈ റിബൺ ഓക്കെ, കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണോ അതോ ഡേറ്റ മോഡലിംഗ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഉള്ളതാണോ ഈ എക്സൽ ഷീറ്റിനകത്ത്? ഡാറ്റ ടാബ് ഇതിനകത്ത് ഉള്ളതാണ്, കസ്റ്റമൈസ് ചെയ്തതല്ല. ഒരു സെക്കൻഡ് മാം. ഉം. എനിക്ക് തോന്നുന്നു എന്റേത് ഓൾഡർ വേർഷൻ ആണെന്ന് തോന്നുന്നു. അതിനകത്ത് ഒരു ഡാറ്റ സെക്കൻഡ്, ടാബ് ഇല്ലേ? ഒരു മിനിറ്റ് മാം, ഞാൻ എടുത്തായിരുന്നു എക്സല്. ഡേറ്റയ്ക്കകത്താണല്ലേ വാട്ട് ഇഫ് അനാലിസിസ്. ഡാറ്റന്റെ അകത്ത് വാട്ട് ഇഫ് അനാലിസിസ്. ഡേറ്റ മോഡല് കാണിക്കുന്നില്ല. ഫ്ലാഷ് ഫില്ലും ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്, ഡേറ്റ മോഡലിംഗ് കാണിക്കുന്നില്ല. അത് കസ്റ്റം റിബൺ ആക്കിയതാണോ ടൂൾസിലോട്ട്? അതായത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഹോം ടാബ് ഉണ്ടോ അതിനകത്ത്? ഉണ്ട്. അല്ല മാം, എനിക്ക് ഡേറ്റ അതെല്ലാം ഉണ്ട്, വാട്ട് ഇഫ് അനാലിസിസ് ഉണ്ട്. പക്ഷേ ഇപ്പൊ മാമിന്റെ ഒരു കാണിക്കുന്ന മോഡൽ കേൾക്കുന്നില്ല എന്ന് എനിക്ക് പറയുന്ന പറയുന്നത്. സംഭവം ഡാറ്റ മോഡൽ അല്ല ഞാൻ ഡേറ്റ ചോദിക്കുന്നത്, വാട്ട് ഇഫ് അനാലിസിസ് എടുത്താൽ മതി. ഡാറ്റ മോഡലിംഗ് നമുക്കിപ്പോ ചെയ്യേണ്ട ആവശ്യമില്ല. ഡാറ്റ മോഡലിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റ വിഷ്വലൈസ് ചെയ്യേണ്ട കേസ് വരുവാണെന്ന് വിചാരിക്കുക. ഡാറ്റ വിഷ്വലൈസ് ചെയ്യേണ്ട കേസിൽ മൾട്ടിപ്പിൾ ഷീറ്റുകൾക്ക് തമ്മിൽ റിലേഷൻഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡാറ്റ മോഡൽ യൂസ് ചെയ്യുന്നത്. അതിപ്പോ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല.
വാട്ട് ഇഫ് ഓക്കെ അനാലിസിസ് ഓക്കെ ഉള്ളത് ഫോർകാസ്റ്റ് ഗ്രൂപ്പിൽ വാട്ട് ഇഫ് അനാലിസിസ് ഉണ്ട്. ശരി ഓക്കെ താങ്ക് നിങ്ങൾ ഈ 3 ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം അത് ചെയ്തോ. ആ ചെയ്തു. അത് ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് വാട്ട് ഇഫ് അനാലിസിസിൽ സിനരിയോ മാനേജർ എടുക്കുക. ആദ്യം മാർക്കറ്റിംഗിന്റെ ഷീറ്റ് എടുക്കുക. മാർക്കറ്റിംഗിന്റെ ഷീറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വാട്ട് ഇഫ് അനാലിസിസിൽ സിനരിയോ മാനേജർ കൊടുക്കുക. എന്നിട്ട് ആഡ് കൊടുത്തിട്ട് സിനരിയോ നെയിം കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഷീറ്റിനെ സെലക്ട് ചെയ്തും കൊടുക്കുക. ഷീറ്റിനെ അല്ല, ഈ ഒരു പോർഷൻ ഇല്ലേ, എച്ച് ആർ അല്ല മാർക്കറ്റിംഗ് ആയിരിക്കും നിങ്ങളുടെ. ആ മാർക്കറ്റിംഗിന്റെ ആ ഒരു അത്രയും പോർഷനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രോഫിറ്റിന് തൊട്ട് മുമ്പുള്ള ഈ ഒരു ഏരിയ, ഇത്രയും പോർഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടം വരെയാണ് നമുക്ക് ചേഞ്ച് ചെയ്ത് കാണിക്കേണ്ടത്. ഇവിടെ മുതൽ ഇവിടം വരെ സെലക്ട് ചെയ്യാം കേട്ടോ. then ഓക്കെ കൊടുക്കുക. ഇതും ഓക്കെ കൊടുക്കുക. then വൺസ് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാല് ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം അടുത്ത ഷീറ്റ് എടുക്കുക. അടുത്ത ഷീറ്റിൽ ഇതേപോലെ തന്നെ സിനരിയോ മാനേജർ ക്രിയേറ്റ് ചെയ്യുക. ഫിനാൻസിന് വേണ്ടിയിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് എച്ച് ആറിന് വേണ്ടിയിട്ട് സിനരിയോ മാനേജർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അങ്ങനെ ഓരോ ഫയലിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ചെയ്തോ? അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് വാട്ട് ഇഫ് അനാലിസിസ് കൊടുത്തോ? ആ ചെയ്തു. ഷബിന ചെയ്തു. ഞാൻ അറ്റ് ലാസ്റ്റ് നിങ്ങൾ ചെയ്തു. ചെയ്യേണ്ടത് എന്താ? ഈ സിനരിയോ മാനേജർ എടുക്കുക, അതിനകത്ത് മെർജ് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അറ്റ് എ ടൈം ഇതിനകത്ത് തന്നെ ഓരോന്നും കാണാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? അത് ചെയ്ത് നോക്ക്. ചെയ്ത് നോക്കിയിട്ട് പറ്റുന്നില്ലേ നോക്കിയിട്ട് പറ. കംപ്ലീറ്റ് ആയോ?
മാം നമുക്കിപ്പോ ഷീറ്റ്സ് വേണ്ടാത്ത ഷീറ്റ്സ് ആ മെർജിന്റെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാ? വേണ്ടാത്ത ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വേണ്ടാത്ത ഷീറ്റ് വെച്ചിട്ട് നമ്മൾ സിനരിയോ ക്രിയേറ്റ് ചെയ്യാണ്ടിരുന്നാൽ മതി. ആ ഓക്കെ ഓക്കെ ഇപ്പൊ മാർക്കറ്റിംഗും ഫിനാൻസും വെച്ചാലും എനിക്ക് വേണ്ടോണ്ടാണ് ഞാൻ ആ 3 സെപ്പറേറ്റ് സിനരിയോ മാനേജർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഫിനാൻസ് എനിക്ക് വേണ്ടെങ്കിൽ അതിൽ ഞാനത് ക്രിയേറ്റ് ചെയ്യണ്ട. ഓക്കെ ഓക്കെ മാം മനസ്സിലായി. ഓക്കെ. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് ഫങ്ഷൻസ് ആണ് നോക്കാനുള്ളത്. എക്സലിനകത്ത് കുറച്ച് ഫങ്ഷൻസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോ നമുക്ക് ഫങ്ഷൻസ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് കാൽക്കുലേഷൻസിന്റെ കേസിലാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് അപ്ലൈ ചെയ്യേണ്ടി വരും ഡാറ്റയിൽ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സം ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ആവറേജ് കാണണമെങ്കിൽ ആവറേജ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനകത്ത് കുറച്ച് ഫംഗ്ഷൻസ് ആണ്. ഒന്ന് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസ് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. കണ്ടീഷണൽ ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ദെൻ ലുക്കപ്പ് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസ്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ഇനിയുണ്ട്. ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ വരുന്നുണ്ട്. ബേസിക്കലി ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാനാണ്. ഡാറ്റേന്റെ അകത്ത് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇതിനകത്ത് നമുക്ക് കണ്ടീഷണൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കണ്ടീഷന്റെ ബേസിൽ ഡാറ്റേനെ നമുക്ക് എന്തെങ്കിലും അനലൈസ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ എൻ്റെ ഒരു സെയിൽസ് ഡാറ്റ ഉണ്ട്. അപ്പൊ സെയിൽസ് ഡാറ്റേന്റെ അകത്ത് കസ്റ്റമേഴ്സിന്റെ സാലറി ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ വർക്കിംഗ് അവേഴ്സും ഉണ്ട്. അപ്പൊ ഞാൻ പറയുവാണ് ഒരു എബവ് 8 അവേഴ്സിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ സാലറി ഇത്തവണ കൂട്ടിക്കൊടുക്കാൻ പോണ്. ജസ്റ്റ് ഒരു കണ്ടീഷനെ കൂട്ടിത്തരുന്നൊന്നുമല്ല, ജസ്റ്റ് ഒരു കണ്ടീഷൻ ഞാൻ പറയുവാണ്. 8 അവേഴ്സിന് കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഇത്തവണ സാലറി കൂട്ടിക്കൊടുക്കുകയാണ്. അപ്പൊ എനിക്ക് ആദ്യം എന്തറിയണം? 8 അവേഴ്സിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആരൊക്കെയാന്ന് അറിയണം. അതൊരു കണ്ടീഷൻ ആണ് അല്ലെ? 8 അവേഴ്സിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്. അപ്പൊ ഇത്തരത്തില് കണ്ടീഷന്റെ ബേസിൽ നമുക്ക് ഡാറ്റയാണ് അനലൈസ് ചെയ്യണം. എനിക്ക് അവരാരൊക്കെയാന്ന് അറിഞ്ഞാലേ അവർക്ക് സാലറി കൂട്ടിക്കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവരാരൊക്കെയാന്ന് അറിയണം. അവരാരൊക്കെയാന്ന് അറിയണമെങ്കിൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ഒറ്റയടിക്ക് നമുക്ക് നോക്കി മനസ്സിലാക്കൽ ബുദ്ധിമുട്ടാണ്. എങ്ങനത്തെ കേസിൽ ഒരുപാട് ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തൗസൻഡ്സ് ഓഫ് അല്ലെങ്കിൽ അതിലും വലിയ ഡാറ്റയൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ ആരൊക്കെയാണ് 8 മണിക്കൂറിന് കൂടുതൽ ഡ്യൂട്ടി ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കി 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 മനസ്സിലാക്കൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കണ്ടീഷണൽ ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ അതിന്റെ ഫങ്ഷൻസുകളുടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ജസ്റ്റ് സിമ്പിൾ മാത്തമാറ്റിക്സ് ഫംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. മാത്തമാറ്റിക്കൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് സമ്മ് കണ്ടുപിടിക്കുക, അതേപോലെ ആവറേജ് കാണാം, അങ്ങനത്തെ കാര്യങ്ങള്. ഞാനിവിടെ ആദ്യം സമ്മിന്റെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ ഒപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ എനിക്ക് മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 ഇങ്ങനെ 3 മാർക്കുകൾ ഉണ്ട്. എനിക്ക് മൊത്തം ഈ മാർക്കിന്റെ സമ്മ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മൊത്തം ടോട്ടൽ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ആവറേജ് അല്ല, മൊത്തം സമ്മ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക.
മൊത്തം സമ്മ് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ ആണ് ഈക്വൽ ടു കൊടുക്കണം, സമ്മ് കൊടുക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫംഗ്ഷൻസ് ആണെങ്കിലും ഫോർമുലാസ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ടു സൈൻ ഇട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സമ്മ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ അത് ഈക്വൽ ടു സൈൻ ഇട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ദെൻ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. എനിക്കിപ്പോ മൊത്തം മാർക്കിന്റെ സമ്മ കാണണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഇത് ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മൊത്തം മാർക്കുകളുടെ സമ്മ് കിട്ടും. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് അറിയേണ്ടത് ഇപ്പോ ഈ ഫസ്റ്റത്തെ 50 50 50 മാർക്ക് 1 മാർക്ക് 2 മാർക്ക് 3 ആഡ് ചെയ്തിട്ടുള്ള സമ്മാണ് കിട്ടണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈക്വൽ ടു സമ്മിനകത്ത് ഈ ഒരു പോർഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എൻ്റർ കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ സമ്മ് കിട്ടും. സിമിലർ വേ നിങ്ങൾക്ക് ആവറേജ് ആകണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈക്വൽ ടു ആവറേജ് കൊടുക്കുക. നമുക്കിപ്പോ മൊത്തം മാർക്കിന്റെ ആവറേജ് കാണണം എന്നുണ്ടെങ്കിൽ ഈ മൊത്തം മാർക്കും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിന്റെ ആവറേജ് നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ സമ്മ് ആവറേജ് കാണാം. അതേപോലെ തന്നെ നമുക്കിപ്പോ കൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എത്ര ഡാറ്റ ഉണ്ട് എന്നുള്ള കൗണ്ട് കാണണം. കൗണ്ട് കാണണം എന്നുണ്ടെങ്കിൽ ഈക്വൽ ടു എന്ത് കൊടുത്താൽ മതി? കൗണ്ട് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എനിക്കിപ്പോ ഈ മാർക്ക് 3ന്റെ അകത്ത് എത്ര മാർക്ക് ഉണ്ട് എന്നാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് 4 മാർക്സാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആ 4 എന്നുള്ളത് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് സമ്മ് ആവറേജ് കൗണ്ട് ഇപ്പൊ കാണണ്ട, സമ്മും ആവറേജ് ഒന്ന് കണ്ടേ. സമ്മും കാണാം ആവറേജും കാണാം. ഇത് ഇങ്ങനത്തെ ഡാറ്റ ഒന്നും കൊടുക്കണമെന്നില്ല. ജസ്റ്റ് ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സമ്മും ആവറേജും ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പറയാം കേട്ടോ. ഈക്വൽ ടു കൊടുത്തിട്ട് ചെയ്യണം എന്നുള്ളത് മറക്കാണ്ടിരിക്കുക. കിട്ടിയില്ലേ? അത് ഇത്ര സമയമൊന്നും വേണ്ടല്ലോ, ചെയ്യാൻ പറ്റിയില്ലേ? ചെയ്തു, സമ്മ ചെയ്തു. ഓക്കെ, ആവറേജും ചെയ്യാട്ടോ. ആവറേജും അതിന്റെ ഒപ്പം ചെയ്യാം. ആവറേജും കാണാം. അത് കഴിഞ്ഞാല് നെക്സ്റ്റ് വരുന്നത് ആവറേജ് എ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ആവറേജ് എ ആവറേജ് എ ആണ് ഫംഗ്ഷൻ വരുന്നത്. ആവറേജ് എ എന്ന് പറയുമ്പോൾ ആവറേജുമായിട്ട് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആവറേജിനകത്ത് നമുക്ക് ന്യൂമറിക്കൽ വാല്യൂസിന്റെ ആവറേജ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.
അതായത് ഇപ്പൊ 90, 95, 98 ന്യൂമറിക്കൽ വാല്യൂസ് ആണ് അല്ലെ. ഈ ന്യൂമറിക്കൽ വാല്യൂസിന്റെ ആവറേജ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈക്വൽ ടു ആവറേജ് എന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ന്യൂമറിക്കൽ വാല്യൂസിന്റെ ആവറേജ് കിട്ടും. ആവറേജ് എയിലും, ആവറേജ് എ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്, ആ ഫംഗ്ഷന്റെ അകത്തും ഞാൻ എന്ത് ചെയ്യുവാണ്, ഇതേ ന്യൂമറിക്കൽ വാല്യൂസിനെ പാസ് ചെയ്ത് കൊടുത്തു. അപ്പൊ എനിക്ക് കുഴപ്പമില്ല, കറക്റ്റ് അതേ ആവറേജ് തരുന്ന അതേ ആൻസർ തന്നെ ആവറേജ് എ തന്നു. ഇനി ഇവര് തമ്മിൽ എപ്പോഴാ റിസൾട്ട് ഡിഫറൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്റെ ഡാറ്റ ഇങ്ങനെ ഫോൾസ്, ട്രൂ, ട്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ലോജിക്കൽ വാല്യൂസ് ആണെന്ന് വിചാരിക്കും. നമ്മൾ ഈ ട്രൂ ഓർ ഫോൾസിനെയാണ് ലോജിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ലോജിക്കൽ വാല്യൂസ് ആണ് എന്റെ ഡാറ്റ എങ്കിൽ ഇതിന്റെ ആവറേജ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് തരുന്നത് ഡിവിഷൻ ബൈ സീറോ എറർ ആണ്. കാരണം ഒരിക്കലും ട്രൂ, ട്രൂ, ഫോൾസിനൊന്നും നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം അതൊരു നമ്പർ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആവറേജ് ഫംഗ്ഷൻ എന്ത് പറ്റില്ല, ഈ ട്രൂവിന്റെയും ഫോൾസിന്റെയും ഒന്നും ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഈക്വൽ ടു ആവറേജ് എന്ന് പറഞ്ഞ അതിന്റെ റെഫറൻസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെന്ന് ആൻസർ കിട്ടുന്നത്, ഡിവിഷൻ ബൈ സീറോ എറർ എന്നുള്ളതാണ് റിസൾട്ട് വരുന്നത്. അതേ സ്ഥാനത്ത് ആവറേജ് എ ആണെങ്കിൽ എനിക്ക് ഇതേ ഫോൾസിനും ട്രൂവിനും അതൊരു ആൻസർ തന്നിട്ടുണ്ട്. ആ ആൻസർ എന്ന് പറയുന്നത് 0.666 സംതിങ് ആണ്. അതെങ്ങനെ വന്നു, എങ്ങനെ വന്നു എന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഈ ട്രൂ ഓർ ഫോൾസിന് ആവറേജ് എ എനിക്ക് റിസൾട്ട് തന്നിട്ടുണ്ട്, അത് എന്തുകൊണ്ടായിരിക്കും, എന്തുകൊണ്ടായിരിക്കും 2 ഷബന? out of 3. 2 true, 1 false. 2 out of 3. ആ, അതായത് ട്രൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് അവര് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ആവറേജ് എന്റെ അകത്ത് ട്രൂവിന് അവര് കൺസിഡർ ചെയ്യുന്നത് 1 ആയിട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് ട്രൂ വാല്യൂ രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലെ. അപ്പൊ 1 + 1 എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും, ആണല്ലോ. ദെൻ ഫോൾസിനെ അവര് കൺസിഡർ ചെയ്യുന്നത് 0 ആയിട്ടാണ്. ഓക്കെ, ഫോൾസിനെ അവര് 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ആവറേജ് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 2 ട്രൂവേ വരുന്നുള്ളൂ, അത് 2 ആണ് അല്ലെ. 2 ഡിവൈഡഡ് ബൈ മൊത്തം എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ട്, ഒരു ഫോൾസ് ഉണ്ട്, 2 ട്രൂ ഉണ്ട്, 3 നമ്പർ ഓഫ് ഐറ്റംസ് ആണ് വരുന്നത്. സോ 2/3 ഇത് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 0.666 എന്നുള്ള ആ ഒരു ആവറേജ് വാല്യൂ കിട്ടുന്നത്. പക്ഷെ ആ ഒരു സംഗതി നമ്മുടെ ആവറേജിനെ സംബന്ധിച്ച് അതിന് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ആവറേജും ആവറേജ് എയും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആവറേജിൽ ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമേ ഹാൻഡിൽ ചെയ്യുള്ളൂ, എന്നാൽ ആവറേജ് എയില് ന്യൂമറിക്കൽ വാല്യൂസിന്റെ കൂടെ ലോജിക്കൽ വാല്യൂസിനെ കൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? Yes. ഓക്കെ, ഒന്ന് ചെയ്തേ, 2 എക്സാമ്പിൾ ഇതേപോലെ ഒന്ന് ചെയ്തേ.
ചെയ്ത് വെക്കുന്നത് കിട്ടിയോ? കിട്ടി. ഇതില് ഈ തേർഡ് ഫോർത്തും അതെന്തുകൊണ്ടാണ് 3 2 ആ വാല്യൂ വരുമ്പോ ഒരു ഡിഫറെന്റ് വാല്യൂ വരുന്നത്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആവറേജിനകത്താണെങ്കിൽ അത് നമ്പറിനെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെ ഞാൻ ആവറേജിനകത്തോട്ടേക്ക് ഇതിന്റെ റെഫറൻസ് കൊടുക്കുമ്പോ ആവറേജിനെ സംബന്ധിച്ച് ഈ 95 മാത്രമാണ് നമ്പർ ആയിട്ടുള്ളത് അതെ അല്ലെ? ബാക്കി അതെ. രണ്ടും അതിനെ സംബന്ധിച്ച് നമ്പർ അല്ല. അപ്പൊ അത് പരിഗണിക്കുന്നത് ഈ 95നെ മാത്രമാണ്. ഓക്കെ. അപ്പൊ ഇപ്പുറത്തെ 32 95ന്റെ ആവറേജ് എന്ന് പറയുന്നത് 95 തന്നെ. ഓക്കെ. ഇപ്പുറത്തെ 32 എങ്ങനെയാണ് വന്നത്? ഇതിന്റെ അകത്തെന്ന് പറയുന്നത് 95നെ നമ്പർ ആയിട്ട് എടുക്കുന്നു. പിന്നെ ട്രൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വാല്യൂ ആയിട്ട് 1 ആയിട്ട് എടുക്കുന്നു. അപ്പൊ 95 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 96 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 97. ഓക്കെ, ഓക്കെ 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 97 ഓക്കെ ഡിവൈഡഡ് ബൈ 3 ചെയ്യും. ഓക്കെ 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 അപ്പൊ അത് 32.33. ഓക്കെ. അതും കൂടെ നിങ്ങൾ ചെയ്തിട്ടോളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൗണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? ഇല്ലല്ലോ, ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൗണ്ട്. ഡൗട്ട് പക്ഷെ ചോദിച്ചോ? കൗണ്ടിന് ഒരു പ്രശ്നം. ചോദിക്കും. ചോദിച്ചോ എന്താ? ഹലോ, ചോദിച്ചോ. കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ കൗണ്ട് ഫംഗ്ഷൻ ആണ്. കൗണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൗണ്ട് കണ്ടുപിടിക്കുക. ഡാറ്റ എത്ര എണ്ണം ഉണ്ട് എന്നുള്ള ഒരു എണ്ണം കണ്ടുപിടിക്കുക. റസിന് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ല പറയുന്നേ. എന്താ? ഓക്കെ, ലാസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഹലോ, കട്ടായി. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചോദിക്കണേ. ഓക്കെ, കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൗണ്ട് ചെയ്യാം. അപ്പൊ കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്പറിനെ മാത്രമേ അത് കൗണ്ട് ചെയ്യുള്ളൂ. ഇപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് 15647, B4 B10 എന്നൊക്കെ പറഞ്ഞിട്ട് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഈ B4 B10 എന്നൊക്കെ പറയുന്നത് കോമ്പിനേഷൻ ആണ്, ടെക്സ്റ്റിന്റെയും നമ്പറിന്റെയും കോമ്പിനേഷൻ ആണ്. അങ്ങനെ വരുമ്പോ അതിനൊരു ടെക്സ്റ്റ് ആയിട്ടേ പരിഗണിക്കുള്ളൂ. ഓക്കെ, അതിനൊരു ടെക്സ്റ്റ് വാല്യൂ ആയിട്ടേ പരിഗണിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇപ്പൊ ഞാൻ ഈ ഒരു കോളത്തിലുള്ള ഡാറ്റയുടെ കൗണ്ട് കണ്ടുപിടിക്കാൻ നോക്കുവാണെങ്കിൽ ഈക്വൽ ടു കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഫുൾ റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് തരുന്ന വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. ബിക്കോസ് ഇതിന്റെ പ്യുവർ നമ്പർ ആയിട്ടുള്ള എണ്ണം നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 6 എണ്ണമാണ് വരുന്നത്. അതല്ലാണ്ട് ആ B4നെയും B10നെയും ഒന്നും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടത്തെ കേസ് നോക്കുവാണെങ്കിൽ ഇതിനകത്തൊരു ലോജിക്കൽ വാല്യൂ വരുന്നുണ്ട്, ഒരു ടെക്സ്റ്റ് വാല്യൂ വരുന്നുണ്ട്. അതെന്ത് ചെയ്തിട്ടില്ല, ലോജിക്കൽ വാല്യൂനെ ട്രൂവിനെയും കൺസിഡർ ചെയ്തിട്ടില്ല, K10 എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ഡാറ്റേനെയും കൺസിഡർ ചെയ്തിട്ടില്ല. അത് പക്ക ന്യൂമറിക്കൽ ഡാറ്റേനെ മാത്രം കൗണ്ട് ചെയ്തിട്ടുള്ള കൗണ്ട് വാല്യൂ ആണ് അവിടെ തന്നിട്ടുള്ളത് 6 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൗണ്ട് നമ്പറിനെ മാത്രമേ കൗണ്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇനി കൗണ്ട് എ എന്ന് പറഞ്ഞാലോ, നമ്മൾ ആവറേജ് എ എന്ന് പറഞ്ഞ പോലെ കൗണ്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെല്ലിനകത്ത് എന്തെങ്കിലും ഒരു ഡാറ്റ ഉണ്ടായാൽ മതി.
ഓക്കെ, സെല്ലിനകത്ത് അതിപ്പോ ടെക്സ്റ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു ഡാറ്റ ഉണ്ടായാൽ മതി, ആ ഡാറ്റയെ അത് കൗണ്ട് ചെയ്യും. നമ്മുടെ ഈ ഒരു കേസിലാണെങ്കിൽ ഇവിടെ നമുക്ക് 3 ഡാറ്റയാണുള്ളത് അല്ലെ, 2 ടെക്സ്റ്റ് ഡാറ്റ ഉണ്ട്, ഒരു ലോജിക്കൽ ഡാറ്റ ഉണ്ട്, ആകാശ്, പിന്നെ ഒരു ട്രിപ്പിൾ എസ്, ദെൻ ട്രൂ. ഇതാണ് നമ്മുടെ 3 ഡാറ്റ. അതുകൊണ്ട് ഞാൻ അതിന്റെ കൗണ്ട് എ കാണുമ്പോൾ എനിക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ട്, 3 കിട്ടി. ഈവൺ അത് ടെക്സ്റ്റ് ആണെങ്കിലും ലോജിക്കൽ വാല്യൂ ആണെങ്കിലും എനിക്ക് 3 എന്നുള്ള കൗണ്ട് തന്നിട്ടുണ്ട്. ദെൻ അടുത്ത കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഈ ഒരു ലാസ്റ്റത്തെ സെല്ലാ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് B3 ഉണ്ട്, 33 ഉണ്ട്, അതേപോലെ ഡിവിഷൻ ബൈ 0 എന്ന് പറയുന്നത് ഇതൊരു എററാണ്, എക്സലിനകത്ത് വരുന്ന ഒരു എററാണ്. ദെൻ C4. അപ്പൊ എനിക്ക് അതിന്റെ റിസൾട്ട് നോക്കുമ്പോൾ 4 എന്ന് വന്നിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഡിവിഷൻ ബൈ 0 എറർ എന്ന് പറയുന്ന എററിനെ പോലും ഒരു ഡാറ്റ ആയിട്ട് പരിഗണിച്ചിട്ട് അതിന്റെ കൗണ്ട് എടുത്ത് തന്നേക്കുവാണ്. ഓക്കെ, ഡിവിഷൻ ബൈ 0 എറർ എന്ന് പറയുന്നത് ഒരു എറർ ആണ്. പല ടൈപ്പ് എററുകൾ വരും എക്സൽ ഫയലിനകത്ത്. റെഫറൻസ് എറർ വരും, N/A എന്ന് പറയുന്ന എറർ വരും, വാല്യൂ എറർ വരും, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എറർ വരും. അതായത് സെല്ലിനകത്ത് എന്തെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതി, ഉണ്ടെങ്കിൽ അതിനെ ഡാറ്റ ആയിട്ട് പരിഗണിച്ചിട്ട് അതിന്റെ കൗണ്ട് അടക്കമായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇപ്പൊ എറർ ആണെങ്കിൽ എററിനെയും ഒരു ഡാറ്റ ആയിട്ട് പരിഗണിച്ചിട്ട് ആ 4 എന്നുള്ള റിസൾട്ട് നിങ്ങൾക്ക് അവിടെ തരുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, ആ കൗണ്ടും കൗണ്ട് ആയി ഒന്ന് ചെയ്ത് നോക്കിയേ പെട്ടെന്ന്. കംപ്ലീറ്റ് ആയോ അത്? കംപ്ലീറ്റ് ആയോ? ആ കഴിഞ്ഞു. ഓക്കെ, ഷബുന കഴിഞ്ഞോ? കഴിഞ്ഞു മാം. പിന്നെ മാം ഇതിൽ ഈ കൗണ്ട് ഇവിടെ ഈ ടെക്സ്റ്റ് ഓർ B OOL എന്ന് എഴുതിയിരിക്കുന്നത് എന്താ?
എവിടെ അത് ടെക്സ്റ്റ് ഓർ ബൂളിയൻ മീൻസ് ഈ ട്രൂ ഓർ ഫോൾസിനെ ബൂളിയൻ ഡാറ്റ എന്നും പറയും. ഞാൻ ലോജിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞില്ലേ. ഓക്കെ ഓക്കെ. ടെക്സ്റ്റ് ആണെങ്കിലും ഇവിടെ ഈ ഒരു കോളത്തിനകത്ത് ടെക്സ്റ്റ് ഡാറ്റ ഉണ്ട്, ബൂളിയൻ ഡാറ്റ ഉണ്ട് എന്ന് മീൻ ചെയ്തിട്ട് കൊടുത്തേക്കുന്നതാണത്. ഓക്കെ ഓക്കെ. ഓക്കെ, ഈ ഒരു കോളത്തിൽ ഫുള്ള് ന്യൂമറിക്കൽ ഡാറ്റ, ഈ ഒരു കോളത്തിൽ നമ്മുടെ ഡിവിഷൻ ബൈ 0 എററും ഉണ്ട്. അതുപോലെ ഈ B3 എന്ന് പറയുന്നത് ഒരു സെല്ലിന്റെ റെഫറൻസ് ആണ്. അപ്പൊ അതാണ് റെഫറൻസ് B3, റെഫറൻസ് ഓർ എറർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സെല്ലിന്റെ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു സെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് റെഫറൻസ് ഇവിടെ കാണാൻ പറ്റും, E2 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഒരു റെഫറൻസ് ആണ് ഇത് എന്നുള്ളതാണ് മീൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി ജസ്റ്റ് മീഡിയൻ കാണാനുള്ളത് നമ്മൾ മാത്തമാറ്റിക്കലി കാണുന്ന മീഡിയൻ, അതിന് ഈ എക്സൽ ഫയൽ വെച്ചിട്ട് എങ്ങനെ കാണാം. അപ്പൊ ഓഡ് നമ്പറിന്റെ മീഡിയൻ കാണുന്നതും ഉണ്ട്, ഈവൺ നമ്പറിന്റെ മീഡിയൻ കാണുന്നതും ഉണ്ട്. അതിന്റെ ബിഹൈൻഡുള്ള മാത്തമാറ്റിക്സ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓഡ് നമ്പറിന്റെയും ഈവൺ നമ്പറിന്റെയും ജസ്റ്റ് മീഡിയൻ കാണാം. ഈക്വൽ ടു മീഡിയൻ ആ ഒരു സെല്ലിന്റെ റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മീഡിയൻ വാല്യൂ കിട്ടും. ഓക്കെ, ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ഓർഡറിലല്ല കൊടുക്കുന്നതെങ്കിൽ അതിന് എന്ത് ചെയ്യും. ഇപ്പൊ ഞാൻ അൺഓർഡേർഡ് ആയിട്ട് ഡാറ്റ എൻ്റർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അൺഓർഡേർഡ് ആയിട്ട് എൻ്റർ ചെയ്ത ഡാറ്റ കൗണ്ട് നോക്കുവാണെങ്കിൽ മൊത്തം 10 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കാം. 10 എണ്ണമാണ് ഉള്ളതെങ്കിൽ അതെന്താണ്, ഈവൺ നമ്പർ ഓഫ് ഐറ്റംസ് ആണ് അല്ലെ. അപ്പൊ ഈവൺ നമ്പർ ഓഫ് ഐറ്റത്തിൽ മീഡിയൻ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ ഡാറ്റേനെ അൺഓർഡേർഡ് എന്നുള്ളത് മാറ്റിയിട്ട് ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യണം. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യണം. എന്നിട്ട് അതിന്റെ മിഡിൽ വാല്യൂസ് ആരാണെന്ന് നോക്കുക, മിഡിൽ വാല്യൂസിന്റെ ആവറേജ് എടുക്കുക. അതായിരിക്കും മീഡിയൻ. മാത്തമാറ്റിക്കലി ചെയ്യുമ്പോൾ കേട്ടോ, നിങ്ങൾ കൊടുക്കുന്ന ലിസ്റ്റ് ഓഫ് വാല്യൂസിനെ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഓർഡറിൽ സോർട്ട് ചെയ്യുക. സോർട്ട് ചെയ്തതിന് ശേഷം അതിന്റെ കൗണ്ട് നോക്കുക. ഈവൺ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെന്ററിൽ കിടക്കുന്ന 2 നമ്പേഴ്സിന്റെ ആവറേജ് എടുക്കുക. അതായിരിക്കും നിങ്ങളുടെ ആ ഒരു മൊത്തം നമ്പറിന്റെ മീഡിയൻ എന്ന് പറയുന്നത്. ദെൻ സിമിലർ വേ ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാ പോലെ ആവറേജ് കാണുന്നു. അപ്പൊ അതിന്റെ മീഡിയൻ എന്താന്ന് വെച്ചാൽ അത് കിട്ടും. പക്ഷെ നമ്മൾ എക്സലിൽ വന്നിട്ട് ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്യണ്ട, ഈക്വൽ ടു മീഡിയൻ എന്ന് പറഞ്ഞിട്ട് റെഫറൻസ് കൊടുത്താൽ മതി. അപ്പൊ ആ ഒരു സാധനത്തിന്റെ റെഫറൻസ് അവിടെ അല്ല, ആ ഒരു ഇതിന്റെ ആൻസർ അവിടെ കിട്ടും. ഇവിടെ 40.5ഉം ഇവിടെ 5ഉം ആണ് വരുന്നത്. ഓക്കെ, അതാണ് മീഡിയനിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് സം പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഉള്ളത്. സം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സമ്മും പ്രൊഡക്റ്റും നമ്മൾ ഒരുമിച്ച് ഒരു മെത്തേഡിൽ ചെയ്യുവാണ്. സമ്മും ചെയ്തിട്ട് പ്രൊഡക്റ്റും ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്തിട്ട് സം ചെയ്യണം. അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ എനിക്ക് കാണേണ്ടത് ഈ ക്വാണ്ടിറ്റി ഇൻറ്റു യൂണിറ്റ് പ്രൈസ് ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, ക്വാണ്ടിറ്റി ഇൻറ്റു, ഇപ്പൊ ഇതിനകത്തുള്ള ഡാറ്റ ഞാനൊന്ന് കളയുവാണ്. ഓക്കെ, ക്വാണ്ടിറ്റി ഇൻറ്റു യൂണിറ്റ് പ്രൈസ് ചെയ്യണം. അത് ഓരോ കോളത്തിന്റെ അല്ലെങ്കിൽ ഓരോ റോയുടെയും ചെയ്യണം. എന്നിട്ട് അതിന്റെ ടോട്ടൽ എടുക്കണം. അപ്പൊ അവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഡക്റ്റ് ഓപ്പറേഷനും നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് അതിന്റെ സമ്മും കാണുന്നുണ്ട് അല്ലെ. അപ്പൊ സം പ്രൊഡക്റ്റ് ആണ്, പ്രൊഡക്റ്റും ചെയ്യുന്നുണ്ട് സമ്മും ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റുകളുടെ സമ്മ എടുക്കുന്നത്. അപ്പൊ ഇത് ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് ആക്ച്വലി ചെയ്യേണ്ടത്. ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഈ 20 ഇൻറ്റു 897 കാണണം, എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് എനിക്ക് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അത് ഇതൊരു ടേബിൾ ഫോർമാറ്റ് ആയതുകൊണ്ടാണ്. ടേബിൾ ഫോർമാറ്റിൽ നിങ്ങൾ 1 കൊടുത്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ടോട്ടൽ കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈക്വൽ ടു സമ്മ് കൊടുത്തിട്ട് ഇതിന്റെ റെഫറൻസ് ഇങ്ങനെ കൊടുക്കണം അല്ലെ. ഇങ്ങനെ ാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, സമ്മ് കിട്ടുന്നത് ആണല്ലോ. ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്തത്. ആദ്യം പ്രൊഡക്റ്റ് കാണുന്നു, ദെൻ പ്രൊഡക്റ്റുകളുടെ സമ്മ് കാണുന്നു. ഈ ചെയ്ത 2 സ്റ്റെപ്പിനെ നമുക്ക് ഒറ്റൊരു സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും. അതാണ് സം പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ കിട്ടിയിട്ടുള്ള സെയിം റിസൾട്ട് ആണ് നമുക്ക് ഈ സം പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തും കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഈക്വൽ ടു സം പ്രൊഡക്റ്റ് എന്ന് കൊടുക്കുക. ഈക്വൽ ടു സം പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അതിന്റെ സിൻടാക്സ് അവിടെ കാണിക്കും. ഓക്കെ, ഞാൻ ഈക്വൽ ടു സം പ്രൊഡക്റ്റ് കൊടുത്തപ്പോ അതിന്റെ സിൻടാക്സ് ആദ്യം array 1 ചോദിക്കുന്നുണ്ട്. array 1 കഴിഞ്ഞിട്ട് അവര് array 2 ചോദിക്കുന്നുണ്ട്.
ദെൻ അറേ 3 ഉണ്ടെങ്കിൽ അറേ 3 കൊടുക്കുക, 4 ഉണ്ടെങ്കിൽ 4, അങ്ങനെ അപ് ടു എന്താണോ അവര് ചോദിച്ചിട്ടുണ്ട്. അതായത് ഞാനൊന്ന് വിശദമായിട്ട് ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. ഈക്വൽ ടു സം പ്രൊഡക്റ്റ്, നമ്മളിപ്പോ ചെയ്ത ആ 2 സ്റ്റെപ്പിനെ നമ്മൾ സിംഗിൾ സ്റ്റെപ്പ് ആക്കാണ്. ഈക്വൽ ടു സം പ്രൊഡക്റ്റ് വെച്ചിട്ട് അവർ അറേ ചോദിക്കുന്നുണ്ട്. അറേയിൽ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഏതൊക്കെ ആളുകളെ തമ്മിലാണ് ഇൻറ്റു ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് യൂണിറ്റ് പ്രൈസും ക്വാണ്ടിറ്റിയും ആണ് ഇൻറ്റു ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വാണ്ടിറ്റിയും സെലക്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് കൊടുത്തു, ദെൻ കോമ കൊടുക്കുക. ക്വാണ്ടിറ്റിന് ഇനി ആരുമായിട്ടാ ഇൻറ്റു ചെയ്യണ്ടേ, യൂണിറ്റ് പ്രൈസുമായിട്ട്. അപ്പൊ യൂണിറ്റ് പ്രൈസിന്റെ വാല്യൂസും സെലക്ട് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. എന്നിട്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് തന്നെ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇതിന്റെ സം എടുത്തിട്ട് നമുക്ക് തരും. ഇതാണ് നമ്മുടെ എമൗണ്ട്. അത് തന്നെയാണ് ഞാൻ 2 സ്റ്റെപ്പായിട്ട് ചെയ്തപ്പോഴും എനിക്ക് കിട്ടിയത്. അപ്പൊ ആ 2 സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് എനിക്ക് സിംഗിൾ സ്റ്റെപ്പിൽ കാര്യം കിട്ടിയല്ലോ. അതാണ് സം പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. പ്രൊഡക്ഷനും സമ്മും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. പ്രൊഡക്റ്റ് ഓപ്പറേഷനും സമ്മേഷനും ഒരുമിച്ച് ചെയ്യുന്നു. ആദ്യം പ്രൊഡക്റ്റ് കാണുന്നു, then അതിന്റെ സം എടുക്കുന്നു. അതാണ് സം പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വരുന്നത്. ക്ലിയർ ആണോ? അതെ. ഓക്കെ. അത് മീഡിയനും ഈ സം പ്രൊഡക്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിക്കോ.
ചെയ്ത് കഴിഞ്ഞോ അത്? ചെയ്തു. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ഈവൺ നമ്പേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഈവൺ നമ്പേഴ്സിന് അതിന്റെ തൊട്ടടുത്തുള്ള ഓഡ് നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓഡ് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോ ഇതിനകത്ത് ഞാൻ 22, 24, 26 എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഈവൺ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു ഓഡ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഈവൺ നമ്പറിനെ 22നെ എനിക്കൊരു ഓഡ് നമ്പർ ആയിട്ട് മാറ്റണം എന്ന് വിചാരിക്കാം. ഈവൺ നമ്പർ ആയിട്ടുള്ള 22നെ ഓഡ് നമ്പർ ആയിട്ട് മാറ്റണം. അങ്ങനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓഡ് എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, നമ്പർ പാസ് ചെയ്ത് കൊടുക്കുക, നമ്പറിന്റെ റെഫറൻസ് പാസ് ചെയ്ത് കൊടുക്കുക, എന്റർ കൊടുക്കുക. അപ്പൊ 22നെ അവരെന്ത് ചെയ്തു, തൊട്ട് മുമ്പിലുള്ള, പിറകിലോട്ടല്ല, തൊട്ട് മുമ്പിലുള്ള ഓഡ് നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തന്നു. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി ഫില്ലാകും. ഓരോ വരിയിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പോണ്ട, ഇങ്ങനെ ചെയ്ത് നോക്കാൻ പോണ്ട. ഒന്ന് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പൊ ഒരു ഓഡ് നമ്പർ തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് വ്യത്യാസമൊന്നുമില്ല, സെയിം സാധനം തന്നെ കിട്ടും. അതല്ല, ഒരു ഈവൺ നമ്പറിനെ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് മുന്നിലുള്ള ഓഡ് നമ്പർ ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് കിട്ടും. അതേപോലെ നേരെ ഓപ്പോസിറ്റ് ഈവൺ നമ്പർ. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുക, എന്നിട്ട് ഇത് സ്വന്തം ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഈവൺ നമ്പറിന്റെ നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോ പെട്ടെന്ന് ചെയ്യുക, ഈവൺ നമ്പർ നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് ആയോ അത്? യെസ് മാം. ഓക്കെ. അപ്പൊ ആ എടുത്ത ഫങ്ഷൻസ് വരെ നല്ലോണം നോക്കുക. അതേപോലെ വാട്ട് ഇഫ് അനാലിസിസ് നല്ലോണം നോക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഫോർമാറ്റിങ്ങുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഡാറ്റ ഫോർമാറ്റിംഗ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോക്കുക. നിങ്ങൾക്ക് ഇതിന്റെ ലെക്ചർ നോട്ട്സ് എന്തെങ്കിലും നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? ഇല്ല. ചെറുതായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ അടുത്ത് ഉള്ള ഒരു PDF ഞാൻ അയച്ചുതരാം. അതിനകത്ത് വാട്ട് ഇഫ് അനാലിസിസ് ഉണ്ടാവില്ല, ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടാവില്ല, എന്നാ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിന്റെ ഒരു നോട്ട് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കണ്ട, അപ്പൊ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. ഓക്കെ മാം. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതുവരെ പേഴ്സണലി ഇല്ല. ഗ്രൂപ്പ് ഡയറക്റ്റ് ഗ്രൂപ്പില്ല, മെസ്സേജ്. പേഴ്സണലി അവരെ കോണ്ടാക്ട് ചെയ്യുന്നതാണല്ലേ? അതെ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ചോദിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്, ഗ്രൂപ്പ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പിലോട്ട് ഇട്ട് തന്നാ മതിയല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞേക്കാം അത് മാമിന്റെ അടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോന്ന് ചോദിക്കാം. ഓക്കെ 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 ഓക്കെ, അപ്പൊ ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി. Thank you.